ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് താരമായിരുന്ന അഭിഷേക് കഴിഞ്ഞ ദിവസം ഇറങ്ങി ബിഗ് ബോസിൽ നിന്ന് ഔട്ടായ അഭിഷേക് അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞു. അതേക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അഭിഷേക് വന്നത് എന്താണെന്ന് വെച്ചാൽ, അഭിഷേക് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഗേ ആണ്, അഭിഷേക് ഒരു ഗേ ആണ്, പുള്ളിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനും സമൂഹത്തിൽ എങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, പുള്ളി വന്നിരിക്കുന്നതെന്നും പുള്ളി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ വന്ന കാലം തൊട്ടേ പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ്. പുള്ളി വന്നതിൻ്റെ ഉദ്ദേശവും പുള്ളി പറഞ്ഞു. പുള്ളി ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, ഐഡന്റിറ്റി വെളിപ്പെടുത്താനും ഇവരുടെ ഇതിലുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമാകാനും വേണ്ടിയാണ് ഇതിലേക്ക് വന്നതെന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം പുള്ളി ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം വെളിപ്പെടുത്തിയായിരുന്നു. ബിഗ് ബോസ് താരമായ അർജുനെ ലവ് ചെയ്യണമെന്ന് അവിടുന്ന് പറഞ്ഞത്. അവിടുന്ന് പറയുമ്പോൾ ബിഗ് ബോസിലെ അണിയറ പ്രവർത്തകരായിരിക്കും പറഞ്ഞത്. പറ്റില്ല എന്ന് തിരിച്ചു പറഞ്ഞെന്നും വെളിപ്പെടുത്തലുണ്ടായി. അപ്പം ഇത് സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. ഇത് നമ്മളിങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ പുതിയതായിട്ട് നിങ്ങളോടൊന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. ഇതിന്റെ പുറകിൽ എന്താണ് സത്യാവസ്ഥ, അല്ലെങ്കിൽ ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ബിഗ് ബോസ് എന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ അഭിഷേകിനോട് പറയാതെ അഭിഷേക് ഇതുപോലെ ഒരു വെളിപ്പെടുത്തൽ നടത്തത്തില്ലല്ലോ. അർജുനെ ലവ് ചെയ്യണമെന്നാണ് പറഞ്ഞെന്നും പറഞ്ഞു. പറ്റില്ല എന്ന് ഉറപ്പിച്ച് തിരിച്ചു പറയുകയും ചെയ്യുന്നു അഭിഷേക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതേക്കുറിച്ച് ഒന്നും നമുക്ക് അറിയത്തില്ല, എന്താണ് കാര്യമെന്ന്, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റഡ് ഉണ്ടോ, എന്താണ് അതിന്റെ പുറകിലെ കളികളെന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ അവിടെ പോകാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പം താങ്ക് യു, ബൈ ബൈ.